friends, welcome to Fiveas kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പറാട്ട ആണ്. അതിനു മുന്നേ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആലു പറാട്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തത് 3 വലിയ പൊട്ടാറ്റോ, അത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇത് അജ്വൈൻ ആണ്. നമ്മൾ അയമോദകം അത് ഓപ്ഷണലാണ്, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ 2 വലിയ പച്ചമുളക് ചോപ്പ് ചെയ്തത്, കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 വലിയ ഉള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഓയിലും. ഇനി നമുക്ക് ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതിലേക്ക് നമ്മൾ അജ്വൈൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒരു നിർബന്ധമില്ല. കൊടുക്കാണ്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ആഡ് ചെയ്യുക. പച്ചമുളക് ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും. ഇതെല്ലാം എണ്ണയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു, പക്ഷെ അത് പോരാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ മല്ലിയിലയും കൂടെ ഇതിലിട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് തണിയാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. ചൂട് തണിഞ്ഞ് വന്നിട്ടുണ്ട് ഈ മിക്സ്. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഉപ്പൊക്കെ മിക്സ് ആവാതെ എടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആയിക്കൊള്ളും കൈ വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് മാവെടുത്തിട്ട് പരത്തിയെടുക്കാം.
ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്നും പ്രശ്നമാക്കണ്ട. കാരണം നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒന്ന് പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ നടുവിൽ ഫില്ലിങ് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. അത് നമുക്കൊന്ന് അങ്ങനെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ചെറിയൊരു റോളാണ് എടുത്തത്. കാരണം അത്രയും നേരത്തെ എടുത്ത അത്രയും മാവില്ല, കുറവാണ്. ഒരു ചപ്പാത്തിൻ്റെ ഒരു കണക്കിലെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിനൊന്ന് ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ സൈസിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചപ്പാത്തിയും കൂടെ പരത്തിയെടുക്കാം നമുക്ക്. രണ്ടും പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ സൈസിൽ കിട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മറ്റേ ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊക്കെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് പരത്തിയെടുത്താൽ മതി. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ ഈസി എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കൂടുതലൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. ഇത് എണ്ണ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് വെച്ചിട്ടും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൽ പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയത്തിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് എടുക്കുന്നത് നല്ല. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരും. നമുക്ക് ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത ടൈമൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പം പെട്ടെന്ന് ഇപ്പം നമുക്ക് ടൈമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു മിക്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ചപ്പാത്തി ചുട്ടുന്ന ടൈമേ ഉണ്ടാവുകയുള്ളൂ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഈ ഒരു ഡിഷ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എന്ത് വേണമെങ്കിലും ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാതെ. ഇതിപ്പം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് കൂടുതൽ ഓയിലി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇതിൽ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം മൈദ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടി വെച്ചിട്ടും ഇത് ചെയ്യാം. നമ്മൾ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഇത് യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.